നല്ല രാവിലെ നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലെ നമ്മൾക്ക് വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 5-ാം അധ്യായം 1-ാം വാക്യം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. നമ്മുടെ വാക്കുകൾക്ക് കർത്താവ് ചെവി തരുന്നതാണ്. എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. ദാവീദ് ശൗൽ മൂലമായിട്ട് പലയിടത്തും ഓടി നടക്കുന്ന സമയത്താണ് ഈ ഒരു വാക്യം വരുന്നത്. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. രാവും പകലും എൻ്റെ വാക്യം സങ്കീർത്തനം 1-ാം അധ്യായം 1-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എവിടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാപ്പകൽ ധ്യാനിക്കുന്ന എൻ്റെ ധ്യാനത്തെ കർത്താവെ ശ്രദ്ധിക്കണമേ. ദാവീദ് ദൈവത്തോട് പറയുന്നു. എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് ചെവി തരുമാറാണമേ. അടുത്ത വാക്യം. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 5-ാം സങ്കീർത്തനം. ഇത് നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. സങ്കടയാചന ആരുടെ സങ്കടയാചനയാണ്? ദാവീദിൻ്റെ ഒരു സങ്കടയാചന. അത് കർത്താവേ നീ കേൾക്കുമാറാകണമേ എന്ന് പറയുന്ന, സങ്കടം കൊണ്ട് പറയുന്ന വാക്യമാണ്. ദാവീദിനെ കൂട്ടായിട്ട് യോനാഥാൻ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് യോനാഥാൻ മൂലമായിട്ടാണ് സഹായം പ്രാപിച്ചത്. യേശുപ്പച്ചനോട് ദാവീദ് കരയുന്ന പ്രാർത്ഥന 51-ാം സങ്കീർത്തനമുണ്ട്. അത് വായിച്ചാൽ അറിയാൻ പറ്റും. സങ്കടയാചന, അടുത്ത സങ്കടയാചന 51-ാം സങ്കീർത്തനമാണ്. ഈ രാവിലെ നിമിഷം ദൈവത്തോട് നമ്മുടെ സങ്കടയാചന പറയാം. നമ്മുടെ സങ്കടയാചന കർത്താവിനോട് അറിയിക്കാം. കർത്താവ് വഴി നടത്തും. ഈ ലോകത്ത് ജീവിക്കാൻ ദൈവകൃപ ദൈവം വ്യാപരിപ്പിക്കട്ടെ. ദൈവം ജീവിക്കാനും സഹായിക്കപ്പെടുവാനും ആശ്വാസം ലഭിക്കുവാനും കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിനോട് നമ്മുടെ സങ്കടയാചന പറയാം. മനുഷ്യനോട് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് യേശുവിനോട് നമ്മൾ അറിയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകി തരുന്നു. ദാവീദിനെ പോലെ നമ്മളും ഈ കർത്താവിന് പ്രിയമുള്ള ഒരു പാത്രമായി തീരുവാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഈ നല്ല നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വാക്യം ധ്യാനിക്കാം. ആമീൻ, ആമീൻ.